ഗുഡ് മോർണിംഗ്. മണാലിയിൽ ഇന്ന് മഴയുടെ ദിവസമാണെന്ന് തോന്നുന്നു. രാത്രി മൊത്തം നല്ല മഴയായിരുന്നെന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്കിന്ന് സിസുവിലേക്ക് പോകേണ്ടതാണ്. സിസുവിൽ പോയിട്ട് ചന്ദ്രബാഗ് റിവർ സംഗമുണ്ട്, അത് കാണണം. പിന്നെയും ലേ ലഡാക്കിലോട്ട് പോകുന്ന വഴിയിലോട്ട് കുറേ ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ മഴയും കോളുമൊക്കെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഇനി പറയാനൊക്കത്തില്ല. എന്നാലും ഞങ്ങൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കട്ടെ. ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഹിഡിംബി ടെമ്പിളിലേക്കാണ്. വളരെ പുരാതനമായ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ മഴയും കോളുമൊക്കെ ഒന്ന് മാറുമായിരിക്കും. ഗുഡ് മോർണിംഗ്. രാവിലെയാണ് ഹിഡംബ ടെമ്പിൾ സന്ദർശിക്കുവാൻ പറ്റിയ സമയം. ഇവിടെ പാർക്കിങ്ങിന്റെ സൗകര്യം തീരെ കുറവാണ്. അതുകൊണ്ട് രാവിലെ തന്നെ സന്ദർശനം പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നടന്നു വേണം ഹിഡംബ ടെമ്പിളിലേക്ക് എത്താൻ. രാവിലെ ഹിഡിംബ ടെമ്പിളിലോട്ടുള്ള വഴിയിലാണ്. ചുറ്റും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവദാരു വൃക്ഷങ്ങളാണ് ഇവിടെ ഉണ്ടല്ലേ. രാത്രി മൊത്തം മഴയായിരുന്നുകൊണ്ട് ഇലകളിൽ വെള്ളം തങ്ങി നിൽപ്പുണ്ട്, അത് താഴോട്ട് വീഴുന്നുണ്ട്. അമ്പലത്തിൽ ഇങ്ങനെ മണി മുഴങ്ങുന്നു. രാവിലെ 8 മണിക്കാണ് ഈ അമ്പലം ഓപ്പൺ ആകുന്നത്. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചകലെ അമ്പലം കാണുന്നുണ്ട്. ഇതാണ് ഹിഡംബ ദേവിയുടെ അമ്പലം. ഭീമൻ്റെ ഭാര്യയായിരുന്നു ഹിഡിംബി ദേവി. 15ാം നൂറ്റാണ്ടിലാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിച്ചത്. ഏതാണ്ട് 500-600 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഈ അമ്പലം നിലനിൽക്കുകയാണ്. മണാലി ധാരാളം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ മരങ്ങൾക്ക് ഒരുപക്ഷെ അതുപോലെ പഴക്കമുണ്ടായിരിക്കും. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന വലിയ ഒരു ദേവദാരു മരം എന്താ ഇവിടെ നിൽക്കുന്നു അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ. ഒരു മരമല്ല, മിക്കവാറും എല്ലാ മരങ്ങൾക്കും എനിക്ക് തോന്നുന്നു 500-600 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഈ അമ്പലത്തോളം തന്നെ പഴക്കമുള്ള ദേവദാരു മരങ്ങളാണ് ഇവിടെ കാണുന്നത്. മണാലി വരുമ്പോൾ ഒരിക്കലും ഈ അമ്പലവും ഈ പരിസരവും സന്ദർശിക്കാൻ മറക്കരുത്. ഇതൊരനുഭവമാണ്. അമ്പലത്തിന്റെ 4 ചുറ്റും ദേവദാരു മരങ്ങളും പൈൻ മരങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അമ്പലവും ചുറ്റുപാടുകളും നമ്മളെ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാവിലത്തെ സമയമാണ് അമ്പലം കാണാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. വലിയ തിരക്കില്ലാതെ അമ്പലവും അതിന്റെ പരിസരവും കണ്ടിട്ട് നമുക്ക് ശാന്തമായി മടങ്ങിപ്പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മണാലിയിലെ അതിപ്രശസ്തമായ അമ്പലമായ ഹിഡിംബി ദേവി ക്ഷേത്രത്തിലാണ്. 15ാം നൂറ്റാണ്ടിലാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിച്ചത്. ഹിഡിംബി എന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. മഹാഭാരതത്തിലെ ഭീമൻ്റെ ഭാര്യയായിട്ടാണ് ഹിഡിംബി അറിയപ്പെടുന്നത്. ഹിഡിംബി ഒരു രാക്ഷസ കുടുംബത്തിലാണ് ജനിച്ചത്. രാക്ഷസ കുടുംബത്തിൽ ജനിച്ച ഹിഡിംബിക്ക് ഒരേ ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ സഹോദരനായ ഹിഡംബനെ വധിക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കുമെന്നായിരുന്നു ഹിഡിംബിയുടെ ആഗ്രഹം. അങ്ങനെയാണ് ഹിഡിംബി ഭീമനെ കല്യാണം കഴിക്കുന്നത്. അപ്പം ഹിഡിംബി ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ള ഈ അമ്പലം 4 ചുറ്റും ദേവദാരു മരങ്ങളാൽ നിറഞ്ഞതാണ്. മാനം മുട്ട് വളർന്നു നിൽക്കുന്ന ഈ ദേവദാരു മരങ്ങൾക്ക് അനേക നൂറ്റാണ്ടുകളുടെ പ്രായമുണ്ട്. ഈ മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഈ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാം. 8 മണിക്കാണ് ഈ അമ്പലം തുറക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് അമ്പലം സന്ദർശിക്കാനുള്ള സമയം. ഇപ്പോഴും ഹിമാചലി
പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഈ അമ്പലത്തിൻ്റെ മേൽക്കൂരയൊക്കെ മഞ്ഞ് വീണാലും താഴ്ത്തു പോകേണ്ട രീതിയിൽ ആണ് പണിതിരിക്കുന്നത്. ഇതൊക്കെ ചെന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ അമ്പലവും ഇതിൻ്റെ പരിസരങ്ങളും. ഇപ്പോൾ മണാലി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അമ്പലം സന്ദർശിച്ചിട്ട് മാത്രം തിരിച്ചു വരിക. 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ അമ്പലം ഇവിടെ പണിതത്. അമ്പലത്തിന് വലിയ മാറ്റങ്ങളൊന്നും പിന്നെ വരുത്തിയിട്ടില്ല. കല്ലമാൻ്റെ കൊമ്പുകളൊക്കെ ഇവിടെ ഇതിൻ്റെ ഭിത്തികളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സാധാരണ ഹിമാലയൻ കൺസ്ട്രക്ഷൻ പോലെ തന്നെ തടിയും കല്ലുമൊക്കെ ചേർത്താണ് ഈ മന്ദിരത്തിൻ്റെ ഭിത്തികളൊക്കെ പണിതിരിക്കുന്നത്. നവരാത്രി കാലമാണ് ഹിഡിംബ അമ്പലത്തിൻ്റെയും ഉത്സവകാലം. ആ സമയത്ത് ഗ്രാമത്തിലുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ ഒത്തുകൂടാറുണ്ട്. അമ്പലത്തിൻ്റെ ഉൾവശത്ത് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് പുറത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് എനിക്ക് പകർത്താൻ കഴിഞ്ഞത്. വലിയ ഒരു പാറയും അതിനു മുകളിൽ 3 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഹിഡിംബി ദേവിയുടെ പ്രതിമയുമാണ് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. പാറയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കയറിൽ പണ്ട് കാലത്ത് കുറ്റം ചെയ്തവരെയൊക്കെ കെട്ടിയിട്ടിട്ട് ഈ പാറയ്ക്ക് മുകളിലേക്ക് ശക്തമായി അടിക്കുമായിരുന്നത്രേ. രാവിലെ ഹിഡിംബി അമ്പലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ യാത്ര ലേ ലഡാക്കിലേക്ക് പോകുന്ന വഴിയിൽ അദൽ ടണൽ കഴിഞ്ഞിട്ട് സിസു എന്ന ഗ്രാമവും കഴിഞ്ഞിട്ട് നേരെ കുറച്ചേറെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം. അവിടുത്തെ ഒരു ഗ്രാമം സന്ദർശിക്കണമെന്നുണ്ട്. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് ഒരു പക്ഷേ അവിടെ ആപ്പിളും കാണാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ നിറച്ച് ഞങ്ങൾക്ക് ആപ്പിൾ കിട്ടിയായിരുന്നു. താന്തി എന്ന ഗ്രാമമാണ്. ആ വഴികൾ തന്നെ വളരെ മനോഹരമാണ്. അപ്പം ആ വഴികളിലൂടെ കുറേ യാത്ര ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും വരിക.